ഹായ് മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ മാത്സ് യൂണിറ്റ് 3 എത്ര സംഖ്യകൾ. മുഴുവനായിട്ടും ആക്ടിവിറ്റീസാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ്, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രക്ക് ടിക്കറ്റ് എടുക്കാനായി കൊടുത്ത നോട്ടുകളും നാണയങ്ങളും നോക്കൂ. ആകെ എത്ര രൂപ കൊടുത്തു? ഫസ്റ്റത്തത് 6,500 നോട്ടാണ് അല്ലേ. 6,500 എന്നാൽ 3,000. നെക്സ്റ്റ് കോളത്തിൽ 100 നോട്ടുകളാണല്ലേ. 12 100 നോട്ടുകൾ. അപ്പോൾ 12 100 1200. മക്കൾ 12 തവണ 100നെ കൂട്ടുന്നതിന് പകരം 12 ഗുണിക്കണം 100 എന്ന് എഴുതാം. 12ലേക്ക് 100ലെ 2 0 കൂട്ടി എഴുതിയാൽ 1200 ആവും. 10 100 1000 ഇങ്ങനത്തെ സംഖ്യകളൊക്കെ 0 ചേർത്ത് എഴുതിയാൽ മതി കേട്ടോ. അതായത് പിന്നെ ഒന്നാണല്ലോ വരുന്നത്. ഒന്നിനോട് ഏത് സംഖ്യ ഗുണിച്ചാലും ആ സംഖ്യ തന്നെയല്ലേ കിട്ടുക. നെക്സ്റ്റ് 10ൻ്റെ നോട്ടുകൾ 12 എണ്ണം. 12 ഗുണിക്കണം 10 120. നാണയങ്ങളോ 4 നാണയങ്ങളാണുള്ളത് അല്ലേ. 1 രൂപൻ്റെ 4 നാണയങ്ങൾ 4 രൂപ. ആകെ എത്രയായി? ഇത് മുഴുവനായിട്ട് കൂട്ടുക. 3000 1200 120 4. ആകെ 4324 രൂപ. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബോർഡ് നോക്കൂ. ഇതിൽ എറണാകുളത്ത് നിന്നും ഇന്ത്യയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരമാണ് എഴുതിയിരിക്കുന്നത്. ഹിൽ പാലസ് 11 കിലോമീറ്റർ, ഗോവ 744 കിലോമീറ്റർ, മൈസൂർ 385 കിലോമീറ്റർ, കന്യാകുമാരി 307, ഹൈദരാബാദ് ഫിലിം സിറ്റി 1112 കിലോമീറ്റർ, റെഡ് ഫോർട്ട് 2592 കിലോമീറ്റർ, താജ്മഹൽ 2424 കിലോമീറ്റർ. ഇതാ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും അകലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? റെഡ് ഫോർട്ട്. ദൂരം എത്രയാണ്? 2592 കിലോമീറ്റർ. ഏറ്റവും അടുത്തുള്ളതോ? ഹിൽ പാലസ് 11 കിലോമീറ്റർ. അകലെയുള്ളതിൽ നിന്നും അടുത്തുള്ളതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതൂ. ഈ ടേബിൾ ഒന്ന് പൂർത്തിയാക്കാം അല്ലേ. ഏറ്റവും അകലെയുള്ളത് റെഡ് ഫോർട്ട് 2424 കിലോമീറ്റർ, താജ്മഹൽ 2592 കിലോമീറ്റർ, ഹൈദരാബാദ് ഫിലിം സിറ്റി 1112 കിലോമീറ്റർ, ഗോവ 744 കിലോമീറ്റർ, മൈസൂർ 385 കിലോമീറ്റർ, കന്യാകുമാരി 307 കിലോമീറ്റർ, ഹിൽ പാലസ് 11 കിലോമീറ്റർ. കൊട്ടാരത്തിൽ കയറാനായി കുട്ടികൾ വരിയായി നിൽക്കുകയാണ്. അവരുടെ ടിക്കറ്റുകളിൽ തുടർച്ചയായ നമ്പറാണുള്ളത്. ഒന്നാമത് നിൽക്കുന്ന മിത്രയുടെ നമ്പർ 2986, സാന്ദ്രയുടെ നമ്പർ 3010. നമ്മൾ കണ്ടെത്തേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. മിത്ര മുതൽ സാന്ദ്ര വരെ വരിയിൽ എത്ര പേരുണ്ട്? കണ്ടുപിടിക്കാൻ സിമ്പിളാട്ടോ. എന്ത് ചെയ്യണം? 3010 കുറക്കണം 2986. അപ്പോൾ നമുക്ക് ആൻസർ 24 കിട്ടും. ആൻസർ 25ആണ്. തുടർച്ചയായി എണ്ണി നോക്കിയാൽ 25 കിട്ടും. നമുക്ക് കിട്ടിയത് 24ആണ്. എന്ത് ചെയ്യണം? മിത്രയുടെ ഒരു നമ്പർ 2986 എന്നുള്ള ഒരു നമ്പർ അതിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ 24 കൂട്ടണം 1. ആൻസർ 25. അങ്ങനെയുള്ള ചോദ്യങ്ങൾ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. LSSന് വരും. മുന്നിൽ നിന്ന് എത്രാമത്, പിന്നിൽ നിന്ന് എത്രാമത്, നടുവിലെ കുട്ടിയുടെ നമ്പർ എത്ര, അങ്ങനത്തെ ചോദ്യങ്ങളാവും വരിക കേട്ടോ. മാത്സിന് ഓരോ ട്രിക്കുകളാണ് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ ഒന്ന് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് കുറക്കേണ്ടി വരും. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് LSS ക്ലാസ് പഠിക്കാം. നെക്സ്റ്റ്, സാന്ദ്രയുടെ മുന്നിൽ നിൽക്കുന്ന ഇഷാൻ്റെ നമ്പർ എന്താണ്? സാന്ദ്രയുടെ നമ്പർ 3010 ആണല്ലേ. മുന്നിൽ നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ എത്ര ആയിരിക്കും? 3009. 3010ൻ്റെ മുന്നിലും പിന്നിലും ഉള്ളവരുടെ നമ്പർ എഴുതൂ. മുന്നിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 3009. അപ്പോൾ പിന്നിലുള്ളത് 3011. ചോദ്യം, 3010ൻ്റെ പിന്നിലുള്ള നമ്പർ തുടങ്ങി 20ാമത്തെ ടിക്കറ്റ് നമ്പർ എന്താണ്? 3010നോട് 20 കൂട്ടുക അല്ലേ. അപ്പോൾ 3030 ആവും. അടുത്ത ചോദ്യം, വരിയിൽ 15ാമത് നിൽക്കുന്ന മഞ്ജുവിൻ്റെ നമ്പർ എഴുതൂ. 15ാമത്തെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ നമ്പറിനോട് 15 കൂട്ടണം. അപ്പം നമുക്ക് 3001 കിട്ടും. ഒന്നാമത്തെ നമ്പർ 2 പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ 1 കുറക്കുക. ആൻസർ 3000 ആണ്. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. എങ്ങനെയെന്ന് വെച്ചാൽ 2986 നമ്മൾ ആദ്യം കൂട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ 1 മുതൽ 15 വരെ അല്ലേ. അതിൽ ഒന്നാമത്തെ സംഖ്യ വീണ്ടും വന്നല്ലോ. അങ്ങനെയാണ് കേട്ടോ. 2 പ്രാവശ്യം ഒന്നാമത്തെ സംഖ്യ വന്നത്. മക്കൾക്ക് ആൻസർ എളുപ്പം കണ്ടുപിടിക്കാനുള്ള വഴിയാണ് കേട്ടോ. ഇനി മക്കൾ 2986, 2987 അങ്ങനെ 15 കൂട്ടി നോക്കൂ. 3000 ആണ് കിട്ടുക.
അടുത്ത ചോദ്യം 2986 മുതൽ 3010 വരെയുള്ള നമ്പർ തുടർച്ചയായി എഴുതൂ. ഇതുപോലെ 2986 മുതൽ 3010 വരെ എഴുതിയിട്ടുണ്ട്. വാട്ടർ മെട്രോ. കൊട്ടാരം കണ്ടതിനു ശേഷം കുട്ടികൾ വാട്ടർ മെട്രോയിൽ കയറി. വാട്ടർ മെട്രോയിൽ കയറിയവർക്ക് ഭക്ഷണ കൂപ്പൺ കിട്ടി. മിത്രയുടെ ഗ്രൂപ്പിന് കിട്ടിയ കൂപ്പണിലെ നമ്പർ 8000-നും 9000-നും ഇടയിലുള്ളതാണ്. അക്കങ്ങളുടെ തുക 10 വരുന്നതാണ്. മിത്രക്കും കൂട്ടുകാർക്കും കിട്ടിയ കൂപ്പൺ നമ്പർ ഏതൊക്കെയാണെന്ന് എഴുതുക. നമുക്ക് 8002 എഴുതാം അല്ലേ. ഇത് കൂട്ടിയാൽ 10 കിട്ടുമല്ലോ. 8011, 8020, 8101, 8110, 8200. അക്കങ്ങളൊക്കെ കൂട്ടിയാൽ 10 കിട്ടും അല്ലേ. സംഖ്യകളാണ് മിത്രയുടെ ഗ്രൂപ്പിൻ്റെ കൂപ്പൺ നമ്പർ. അക്കങ്ങളുടെ തുക 7000-നും 8000-നും ഇടയിൽ അക്കങ്ങളുടെ തുക 10 വരുന്ന എത്ര സംഖ്യകളുണ്ട്? നോട്ട് ബുക്കിൽ എഴുതൂ. ഇത് തന്നിട്ടുള്ളത് 7000-നും 8000-നും ഇടയിലുള്ളതാണ്. 7നോട് ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ് 10 കിട്ടുക? 7 കൂട്ടണം 3 10 കിട്ടും. അതുപോലെ 7 കൂട്ടണം 1 കൂട്ടണം 2, 7 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 1, 3 1 കൂട്ടിയാലും 10 കിട്ടും. അപ്പോൾ സംഖ്യകൾ 7003, 7012, 7021, 7030, 7102, 7011, 7201, 7300. പ്രദർശന നഗരിയിലേക്ക്. കുട്ടികളുടെ പാർക്കിലെ പ്രദർശനം കാണാൻ എത്തുന്നവർക്ക് സമ്മാന കൂപ്പൺ കിട്ടും. നറുക്കെടുപ്പിലൂടെയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. കുട്ടികളെല്ലാം സമ്മാന കൂപ്പണുമായി സ്ക്രീനിന് മുന്നിൽ നമ്പർ തെളിയുന്നത് നോക്കി നിന്നു. ഓരോ സ്ഥാനവും കറങ്ങി സ്ക്രീനിൽ തെളിയുന്ന നമ്പർ എഴുതൂ. ഫസ്റ്റത്തെ നമ്പർ 10000, 140. അപ്പോൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട്. 2 11000, ഇതും അക്കത്തിലും അക്ഷരത്തിലും എഴുതുക. മൂന്നാമത്തത് 410, 11110. നാലാമത്തത് 51 അല്ലേ, 11111. അക്കങ്ങളുടെ തുക 5 ആയാൽ സമ്മാനം ലഭിക്കും. എഴുതിയിട്ടുള്ളതിൽ അക്കങ്ങളുടെ തുക 5 ആയത് ഏതാണ്? ലാസ്റ്റത്തത് അല്ലേ. 5 1 തന്നിട്ടുണ്ട്. 11111. എത്ര 4 അക്ക സംഖ്യകൾ? 9, 0 എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അവ ഏതെല്ലാം? മീരയുടെ നമ്പർ എത്രയാണ്? 9000. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 9000 എഴുതാം. 9009, 9090, 9099, 9900, 9909, 9990. എത്ര സംഖ്യകളുണ്ട്? 7 സംഖ്യകളല്ലേ. അടുത്തത് അവയെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. 9990, 9909, 9900, 9099, 9090, 9009, 9000. ആദ്യത്തെ സംഖ്യ പോലെ മറ്റു സംഖ്യകളും എഴുതൂ. 5000, 400, 310, 21, 5432. 54 100, 32 1. ഇങ്ങനെ ഇതാ 54 100. 54 ഗുണിക്കണം 100 സമം 5400. 32 1 കൊട്ട്. അപ്പോൾ 5432. അടുത്തത് 543 10, 2 1. 543 10 എന്നാൽ 543 ഗുണിക്കണം 10. 5430 കിട്ടും. ഇതിലേക്ക് 2 1 കൂട്ടുക. അപ്പോൾ നമുക്ക് 5432 കിട്ടും. ഉണ്ടല്ലോ. ഇനി അടുത്തത് 5432 1. അതിനുത്തരം 5432. ഇനി അടുത്തത് 82 100. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 82നെ 100 കൊണ്ട് ഗുണിക്കുക. 2 0 ഇട്ട് കൊടുത്താൽ മതി. 8200. അടുത്തത് 820 10. ഇത് അതുപോലെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 8200 കിട്ടും. അടുത്തത് 8200 1. ആൻസർ 8200 തന്നെയാണ് അല്ലേ. അടുത്തത് 7104. ഇതിൽ എത്ര 1000 ഉണ്ട്? 7000, 100, 0 10 4 1. മക്കളെ അതിൻ്റെ താഴെ 100 1. നമ്മളിതിൽ എത്ര 100കളുണ്ട് എത്ര 1കളുണ്ട് എന്നാണ് എഴുതേണ്ടത്. ഇതിൽ 71 100ആണുള്ളത്. എത്ര 1കളാണ്? 1ൻ്റെ സ്ഥാനത്ത് 4 ആണല്ലേ. അപ്പോൾ 4. ഇതിൽ എത്ര 1000 എത്ര 1? 7000, 104 1.
ഇനി അടുത്തത് എത്ര ആയിരം, എത്ര 10, എത്ര 1? അതായത് 7000. ഇനി എത്ര പത്തുകളാണ്? 10 പത്തുകൾ, 4 1. അടുത്തത് സംഖ്യാചക്രം പൂർത്തിയാക്കാനാണ്. സംഖ്യ തന്നിട്ടുള്ളത് 5633 നമുക്ക് പല രീതിയിൽ എഴുതി നോക്കാം. ആദ്യം എത്ര ആയിരം, എത്ര 1? 5633 1. ഒന്നുകൾ മാത്രം എത്രയാണ്? 5633. ഡാഷ് 100 ഡാഷ് 1 56 100 33 1. അടുത്തത് 5000 ഡാഷ് 100 3 10 ഡാഷ് 1. 5000 600 3 10 3 1. അടുത്തത് 5000 600 33 1. നെക്സ്റ്റ് കോളം 560 10. അതായത് 560 ഗുണിക്കണം 10 ആവുമ്പോൾ 5600 കിട്ടും. 33 1. നെക്സ്റ്റ് 56 100 3 10 3 1. അടുത്ത കോളം 5000 63 10 3 1. പിരിച്ചെഴുതാം. തന്നിട്ടുള്ള സംഖ്യ 10000 ആണല്ലേ. 10000-ൽ 10 1000. 10000 1, 1000 10, 100 100. ചുവടെയുള്ള സംഖ്യ ഇതുപോലെ പൂർത്തിയാക്കാം. 13000. എത്ര ഒന്നുകളുണ്ട്? 13000 ഒന്നുകൾ. 1300 പത്തുകൾ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പത്തുകളാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സംഖ്യ മാറ്റി വെക്കുക. ഇവിടെ ഫസ്റ്റത്തെ സംഖ്യ 0 ആണ്, അപ്പോൾ ഒരു 0 മാറ്റി വെച്ചു. 1300 കിട്ടി. നൂറുകളാണെങ്കിലോ 2 0, 2 സംഖ്യ മാറ്റി പിടിക്കുക. അപ്പോൾ 2 0 മാറ്റി 130 കിട്ടും. എത്ര ആയിരം? 13000. 1000-ന് 3 സംഖ്യ മറച്ച് പിടിച്ചാൽ മതി കേട്ടോ. 3 സംഖ്യ ഇങ്ങനെ മറച്ച് പിടിച്ചാൽ അല്ലെങ്കിൽ മാറ്റി പിടിച്ചാൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് കോളത്തിൽ 6700. 6700 ഒന്നുകൾ. 6000 700. പത്തുകളോ 670 പത്തുകൾ. എത്ര നൂറുകളുണ്ട്? 67 നൂറ്. പസിൽ കോർണർ. ഞാനാര്? 600 6 10 6000 6 1. ഇത് മുഴുവനായിട്ട് കൂട്ടിയാൽ 6666 കിട്ടും. എറണാകുളം അമൃതസർ യാത്ര. എറണാകുളത്ത് നിന്ന് അമൃതസർ വരെ പോകുന്ന ട്രെയിൻ നിർത്തുന്ന ചില സ്റ്റേഷനുകളുടെ ദൂരമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പട്ടിക നോക്കി എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ആദ്യം നിർത്തുന്ന സ്റ്റേഷനുകൾ ഏതെന്ന് എഴുതുക. തുടർന്ന് നിർത്തുന്ന മറ്റു സ്റ്റേഷനുകളും ദൂരങ്ങളും ക്രമത്തിൽ എഴുതുക. ആദ്യം നിർത്തുന്ന സ്റ്റേഷനിലെ ദൂരം കുറവായിരിക്കും അല്ലേ. അപ്പോൾ കോഴിക്കോട് 193 കിലോമീറ്റർ. അടുത്ത സ്റ്റേഷന് കാസർഗോഡ് 368 കിലോമീറ്റർ. മംഗളൂരു 415 കിലോമീറ്റർ. സൂറത്ത് 1522 കിലോമീറ്റർ. ന്യൂഡൽഹി 2643 കിലോമീറ്റർ. ലുധിയാന 2956 കിലോമീറ്റർ. അമൃതസർ 3092 കിലോമീറ്റർ. ക്രമം തുടരൂ. ഇതാ ഇവിടെ കുറച്ച് പാറ്റേൺ നൽകിയിട്ടുണ്ട്, അതൊന്ന് പൂർത്തിയാക്കാം. 10050, 10051, 10052. അടുത്തത് ഏതാണ് സംഖ്യ? 10053, 10054, 10055. രണ്ടാമത്തെ പാറ്റേൺ 11085, 11086, 11087. അടുത്തത് 11088, 11089, 11090. രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ. 19995, 19996, 19997, 19998, 19999, 20000. അടുത്തത് 12320, 12340, 12360. 20 കൂടി വരുന്നത് അല്ലേ. 12380, 12400, 12420. ഞാൻ കണ്ടുപിടിച്ചത്. നമ്മളോട് പാറ്റേൺ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടെണ്ണം ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്, മക്കളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 11000, 12000, 13000, 14000. അടുത്തത് 11100. അതിൽ കൂടെ 100 കൂടി കൂട്ടിയാൽ 11200, 11300,
11,400. 11,110, 11,120, 11,130, 11,140. വിമാനത്തിലേക്ക്. വിനോദയാത്ര കഴിഞ്ഞ് കുട്ടികൾ മടങ്ങുന്നത് വിമാനത്തിലാണ്. വിമാനത്താവളത്തിൽ വരികയും പോവുകയും ചെയ്യുന്ന വിമാനങ്ങളുടെ നമ്പറുകൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ക്ലൂ തന്നിട്ടുള്ളത്. അതൊരു 4 അക്ക സംഖ്യയാണ്. 1000ൻ്റെയും 100ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 100ൻ്റെയും 10ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ. 1000ൻ്റെയും 100ൻ്റെയും സ്ഥാനത്ത് 12 എടുക്കുക. 12 അതിൻ്റെ ഇരട്ടിയാണ് 100ൻ്റെയും 10ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ. എത്രയായിരിക്കും? 24. അടുത്ത ക്ലൂ എന്താണ്? 100ൻ്റെയും 10ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 10ൻ്റെയും 1ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ. 1000ൻ്റെ സ്ഥാനത്ത് 1 ആണ്. 1ൻ്റെ ഇരട്ടി 2. അപ്പോൾ 100ൻ്റെ സ്ഥാനം കിട്ടി. 2ൻ്റെ ഇരട്ടി 4 ആണ്. അപ്പോൾ 10ൻ്റെ സ്ഥാനം കിട്ടി. ഇനി 1ൻ്റെ സ്ഥാനത്തെ അക്കം 4ൻ്റെ ഇരട്ടി എത്രയാണ്? 8. 1248. റോമൻ സംഖ്യകൾ. ഈ ക്ലോക്കിൽ മുഴുവനായിട്ട് റോമൻ സംഖ്യകളാണ് നൽകിയിട്ടുള്ളത്. സംഖ്യകളില്ല അല്ലേ? റോമൻ സംഖ്യകൾ എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാമെന്നുള്ളൊരു ക്ലാസ് വിടാം. ഫോക്കസ് നോക്കൂ. ഇതിൽ 2 മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ 5 അക്ക സംഖ്യകളും എഴുതുക. ഇത് നമ്മൾ ഒരു മുത്ത് 10,000ൻ്റെ സ്ഥാനത്ത് വേണം, എന്നാലേ നമുക്ക് 5 അക്ക സംഖ്യ കിട്ടുള്ളൂ അല്ലേ? ഒരു മുത്ത് 15,000ൻ്റെ സ്ഥാനത്ത്, രണ്ടാമത്തെ മുത്ത് 1000ൻ്റെ സ്ഥാനത്ത്, അപ്പോൾ 11,000 കിട്ടും. അടുത്തത് ഒരു മുത്ത് 10,000ൻ്റെ സ്ഥാനത്ത്, ഒന്ന് 100ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ എങ്ങനെ എഴുതാം? 10,100 എന്ന് എഴുതാം അല്ലേ? അടുത്തത് ഒരു മുത്ത് 10,000ൻ്റെ സ്ഥാനത്ത്, രണ്ടാമത്തെ മുത്ത് 10ൻ്റെ സ്ഥാനത്ത്. ഒന്ന് എഴുതി നോക്കിയേ, എങ്ങനെ എഴുതാം? 10,010. ഒരു മുത്ത് 10,000ൻ്റെ സ്ഥാനത്തും രണ്ടാമത്തെ മുത്ത് 1ൻ്റെ സ്ഥാനത്തും. അപ്പോൾ എങ്ങനെ എഴുതാം? 10,001. 2 മുത്തും 10,000ൻ്റെ സ്ഥാനത്ത് വെച്ചാലോ 20,000. 5 സംഖ്യകൾ കിട്ടിയില്ലേ? അടുത്തത് എത്ര നൂറുകൾ? 1 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ ആവർത്തിക്കാതെ അവ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും എഴുതുക. 1, 2, 3, 4, 5 എന്നീ അക്കങ്ങളാണ് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും വലുത് ഏതാണ്? 5. അപ്പോൾ ഫസ്റ്റ് 5 ആണ് വരിക. 5, 4, 3, 2, 1. വലിയ സംഖ്യ 54,321. മക്കൾ ചെറുതൊന്ന് എഴുതി നോക്കൂ. ഏതാണ്? 1, 2, 3, 4, 5. 12,345. വലിയ സംഖ്യയിൽ എത്ര 100? സംഖ്യയിൽ എത്ര 100 ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നേരത്തെ ഒരു സൂത്രം പറഞ്ഞല്ലോ. ആദ്യത്തെ 2 സംഖ്യ ഒന്ന് മറച്ചു പിടിക്കുക, ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ 543 നൂറുകളുണ്ട്. 100ൻ്റെ സ്ഥാനത്തെ അക്കം ചോദിക്കുകയാണെങ്കിൽ അത് 3 ആണ്. ചെറിയ സംഖ്യയിൽ എത്ര 100? ആൻസർ 123 നൂറുണ്ട്. 100ൻ്റെ സ്ഥാനത്തെ അക്കം 3 ആണ്. എത്ര ഒന്നുകളാണെന്ന് ചോദിച്ചാൽ മൊത്തത്തിലുള്ള സംഖ്യ എഴുതുക. എത്ര 10കളാണെങ്കിൽ ഒന്നാമത്തെ സംഖ്യ മാറ്റിവെച്ച് മറ്റത് എഴുതുക കേട്ടോ. എത്ര നൂറുകൾ, എത്ര 1000, എത്ര 10കൾ, എങ്ങനത്തെ ചോദ്യം എക്സാമിന് എന്തായാലും ഉണ്ടാവും കേട്ടോ. മക്കളതൊന്ന് പഠിച്ചു വെക്കണം. മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ടൈം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് LSSന് സെലക്ഷൻ കിട്ടുള്ളൂ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം.